ബിഗ് ബോസ് അപ്പൊ ടാസ്കിൽ ജയിൽ നോമിനേഷൻ ഒക്കെ നടത്താൻ പറയും. അപ്പൊ അവരുടെ ക്യാരക്ടർ വെച്ചുകൊണ്ട് തന്നെയാണ് ഓരോരും ജയിൽ നോമിനേറ്റ് ഒക്കെ ചെയ്യേണ്ടത്. അർജുൻ വന്നിട്ട് നോറയായിട്ടാണല്ലോ ആക്ട് ചെയ്യണത്. അപ്പൊ നോറ പറയണ പോലെ വന്ന നിപ്പും എല്ലാം അടിപൊളി തന്നെയാണ്, കൈകൊണ്ട് കാണിക്കണതും ആ നിപ്പും പറച്ചിലും എല്ലാം സൂപ്പർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ജിൻഡോനും ജാസ്മിനും ആയിരിക്കുമല്ലോ നോറ മിക്കാറും ചെയ്യുന്നത്. അതുപോലെയൊക്കെ തന്നെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യണം. നോറ അപ്പൊ അർജുന്റെ ആറ്റൊക്കെ കണ്ടിട്ട് ഭയങ്കര ചിരിയാണ്. മോർണിംഗ് ടാസ്ക് ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നോറ ടർക്കിയൊക്കെ ഇട്ട് വന്നിക്കാറുണ്ടല്ലോ തലയിൽ, അതുപോലെയൊക്കെയാണ് അർജുൻ വന്നിരിക്കുന്നത്. നോറ ഇങ്ങനെ പണ്ടത്തെ മുതലുള്ള കാര്യങ്ങളെല്ലാം പറയൂല, അതൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ ഡേ വണ്ണിൽ ഇത് അങ്ങനെയൊക്കെ കളിയാക്കി പറയുന്നുണ്ട്. ഒരു ബന്ധമില്ലാതെ കുറെ കാര്യങ്ങളൊക്കെ പറയും. അതുപോലെ തന്നെ ജാസ്മിനായിട്ട് പരിചയം ഉണ്ടായിട്ട് ജാസ്മിൻ മിണ്ടുന്നില്ലെന്നും അങ്ങനെ പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ജയിലിലേക്ക് പിന്നെ എല്ലാവരും അപ്പൊ നോറേനെ പറയുമ്പോ എന്നെ മാത്രമേ ഉള്ളൂല്ലോ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് അർജുൻ കിടന്ന് ഒച്ചയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ നോറ വഴക്കൊക്കെ കൂടി കഴിഞ്ഞാൽ നിലത്ത് പോയി ഇരുന്നിട്ട് ആ സാധനമൊക്കെ പറിച്ചെടുക്കണതും അതുപോലെ തന്നെ കണ്ണിന്റെ അവിടെ പോയി നിൽക്കണതും സ്റ്റൈലായിട്ട് നിൽക്കണതും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാത്റൂമിന്റെ അവിടെ പോയിരുന്നിട്ട് നോറ ചെയ്യണ പോലെ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. കരച്ചിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഭയങ്കര ആക്ടിങ് ആയിരുന്നു അർജുൻ്റെ എന്ന് പറയാം. ശരിക്കും നോറയുടെ എല്ലാം അതുപോലെ തന്നെ അർജുൻ ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് ചെയ്യണത്. നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു അർജുൻ്റെ എന്ന് വേണം പറയാനായിട്ട്. നോറ വന്ന അഭിഷേകിനെയും അതുപോലെ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അഭിഷേക് പറഞ്ഞിട്ട് പോണ ആ രീതിയിലും അതുപോലെയൊക്കെ തന്നെ. അതുപോലെ തന്നെ സിജോ ആയിട്ട് ജാസ്മിൻ വന്നിട്ട് ഋഷിനെ നോമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഋഷി ഡിപ്പെൻഡന്റ് ആണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഋഷി അവിടെ തുള്ളനായിട്ടൊക്കെ അഭിഷേക് കാണിച്ചതും അടിപൊളി തന്നെയായിരുന്നു. ഋഷി അപ്പൊ തന്നെ അത് മനസ്സിലാക്കി എടുത്തിട്ട് ഭയങ്കര ലഹള ഉണ്ടാക്കുമല്ലോ, ആ സംഭവം അതുപോലെ തന്നെ അഭിഷേക് അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഋഷീനെ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കയറി നോറ വഴക്കുണ്ടാക്കുന്നതും അങ്ങനെ അടിപൊളി തന്നെയാണ് ഇവരുടെ പെർഫോമൻസ് ഒക്കെ എല്ലാവരുടെയും തന്നെ. അതുപോലെ തന്നെ സിജോ ശ്രീതുമായിട്ട് വന്നതും നല്ലത് തന്നെയായിരുന്നു. അങ്ങനെ ടാസ്ക് തീർന്നിരിക്കുകയാണ്. ബിഗ് ബോസ് പറഞ്ഞു അടിപൊളിയായിട്ട് എല്ലാവരും ചെയ്തു എന്ന്. ചെയ്തു അത് കഴിഞ്ഞിട്ട് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു എന്ന് അർജുനോട് പറയുകയുണ്ടായി. എല്ലാവരും പറഞ്ഞു അർജുൻ അടിപൊളിയായിട്ട് തന്നെയായിരുന്നു ചെയ്തേ എന്നുള്ളത്. ഈ ടാസ്ക് അങ്ങനെ അർജുൻ തൂക്കി എന്ന് തന്നെ പറയാം. അർജുന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ?